ഹലോ, എവിടെടി നിങ്ങൾ എപ്പളാ വരിക? എന്തേ വാ പെണ്ണുങ്ങളെ, ഞങ്ങളെ കാത്തിട്ടാ ഇരിക്കണത്. സ്പെഷ്യല് അറിയാന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ മന്തി ഞാൻ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇക്കാനോട്. പിന്നെ എന്താ വേണ്ടത്? പൊരിക്കടിയല്ലേ? അതൊക്കെ ഉണ്ട്. ചിക്കൻ ബിരിയാണി ഞാൻ വെക്കും. പോടിയോടുന്നു. ഇക്ക സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിക്കണ്. നിങ്ങള് വരുന്നുണ്ട് പറഞ്ഞപ്പോ തന്നെ മൂപ്പരാള് നല്ല സന്തോഷത്തിലാണ്. ഇവിടെ വന്നിട്ട് വേണം ഇനി പെരുന്നാക്ക് ട്രിപ്പ് പോണ കാര്യമൊക്കെ ഇക്കാനോട് പറയാന്. ഇപ്പൊ അടുത്ത് പോയി എന്നിട്ടല്ലേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആട്ടും. നിങ്ങള് പറയാ നല്ലത്. ആ ആ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോ ബിരിയാണിക്കുള്ളതൊക്കെ സെറ്റ് ആക്കാൻ ഇക്ക വന്നിട്ട് വേണം ഒക്കെ റെഡിയാക്കാൻ. അരി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട്. പിന്നെ ആരൊക്കെ ഉണ്ടാവൂടി? പിന്നെ അസ്മ ഉണ്ടോ? അസ്മ വന്നോട്ടെ എന്തായാലും. അസ്മ എന്റെ വീട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ വീട് പറഞ്ഞ കുറച്ച് ചെറുതാണ്. ഓൾക്ക് അത്യാവശ്യം വലിയ വീടും കാര്യങ്ങളൊക്കെ അല്ലേ. ഓൾക്ക് എന്തെങ്കിലും തോന്നാണാവല്ലേ? ശരിയാണ്. ഞാനും ഒട്ടും കുറവൊന്നുമല്ല. ആടി. വാതിലൊക്കെ തുറന്നിട്ടിക്കണല്ലോ. ഷാജിയെ, വാതിലടച്ചിടല്ലേ, പൂച്ച എന്തെങ്കിലും കേറും. ഇനി ആരോ വിളിക്കണ്ട്, ഞാൻ എന്നാണ് പോയോ കേട്ടാ. എന്നാ വരാൻ നോക്കി വേഗം. ശരി ശരി. ഇനിയിപ്പ ആരെ ഈ നേരം വെളുത്താ തുടങ്ങിയ ആൾക്കാര് വരവ്. നോമ്പിട്ട് തുടങ്ങിയിട്ടുള്ളു, അപ്പോത്തിനല്ലേ ഇതിനിങ്ങനെ വരിക. ഉള്ള ആൾക്കാരും വരുന്നുണ്ട്, ഇല്ലാത്തവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഉള്ളവരും കൂടി ഇങ്ങനെ വന്നു കയറുമ്പോ ബാക്കിയുള്ളവർക്ക് തന്നെ ഇല്ല. പോയാക്കട്ടെ എന്തായാലും, ആരാണാവും. അമ്മേ, എന്താ നിങ്ങൾ ഈ നേരത്ത്? ഒന്നില്ലടി, എന്നൊന്ന് കാണണം വിചാരിച്ചിട്ട് വന്നാണ് ഞാന്. ഇജൊന്നും വിളിക്കണ പോലും ഇല്ലല്ലോ. എത്ര ദിവസമായി ഇജൊന്ന് വിളിച്ചിട്ട്. ഇങ്ങനൊരു ഉമ്മ ഉള്ളതന്നെ ഇജ് മറന്നിക്കണ? നേരം കിട്ടണ്ട വിളിക്കാന്. ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നോട്. എന്നാലും ഞാൻ വന്നല്ല എന്റെ അടുത്തേക്ക്. നിക്ക അന്നൊന്ന് കണ്ടാ മതിയായിന്ന്. ഇപ്പൊ ഞാൻ വന്നിട്ടെങ്കിലും ഒന്ന് കാണട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വരി, ഇവിടെ വന്നിരിക്കേ. ബസ്സിന് ഇങ്ങോട്ട് പോന്നിട്ടേ ആകെ ക്ഷീണിച്ച്. ഇപ്പൊ ഭയങ്കര വെയിലും അല്ലേ, പോരാത്തതിന് നോമ്പും. എന്താ എന്റെ വർത്താനം? ബസ്സിനാ വന്നത്. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടൊക്കെ പോന്നൂടെ നിങ്ങക്ക്? അല്ല, കുട്ടികളെവിടെ? കുട്ടികൾ എത്ര ദിവസമായിന്നറിയ ഞാൻ ഒന്ന് കണ്ടിട്ട്. ഇപ്പൊ എന്തായാലും ഒരു 2-3 മാസമായിട്ടുണ്ടാവില്ല ഇജ്ജൊന്ന് വന്നിട്ട്. ഇപ്പൊ ഒരു മാസമായിട്ട് ഇജ്ജ് വിളിക്കലും ഇല്ല. എന്താ ഇജ്ജൊന്ന് വിളിക്കൊന്നും ചെയ്യാത്ത? ഞാൻ നിന്നോട് പറഞ്ഞില്ലമ്മ, എനിക്ക് സമയം കിട്ടണ്ടേ. പിന്നെ ഞാനും ഇവിടെ ഉണ്ടായിട്ടില്ല, കുറച്ച് ട്രിപ്പൊക്കെ പോയിരുന്നു. അതുകൊണ്ടൊക്കെയാ ഞാൻ വിളിക്കാത്തത്. ഞാനത് വിളിക്കുമല്ലോ. അപ്പൊ ഉമ്മാക്ക് വിളിച്ചാനൊന്നും നേരം ഇല്ലാതായി. ആദ്യമൊക്കെ കണക്ക് ഇമ്മാച്ചിട്ടായിരുന്നു. സാരമില്ല, മക്കള് വലുതാവുമ്പോ അങ്ങനൊക്കെ തന്നെയല്ലേ. ഇനി ഇജ്ജ് അതാലോചിച്ചിട്ട് സങ്കടപ്പെടുന്നു വേണ്ട. അല്ല, കുട്ടികളെവിടെയാണ്? ഓല് സ്കൂൾ പോയിക്കണോ? ഓല് ഇനി വൈകുന്നേരം വരുള്ളൂ. തന്നെ? ഇനിയിപ്പോ എന്തായാലും വൈകുന്നേരത്തല്ലേ ഇനി ഓല് വരുള്ളൂ. ഓലെ കണ്ടുകാണ്ട് നാളെ രാവിലെ പോവും വേണം. നാളെ ഹെൽത്തിനൊന്ന് കേറും വേണം. എനിക്കാണെന്നുണ്ടെങ്കിൽ കാലോണ്ട് തീരെ വെജേന്. അതൊന്ന് കാണിച്ചങ്ങാണ്ടാണ് പോവാച്ചിട്ടാണ്. അല്ല, ഓനെടുക്ക പോയി? ഓല് അങ്ങാടിക്ക് പോയിക്കണു. ഇനിയിപ്പോ നോമ്പറക്കാരാകുമ്പോത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, അതിന് പോയതാണ്. നിങ്ങൾ എന്തായാലും ഇരിക്കും, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്. അന്ന് ഞാൻ ചെല്ലേ, ഞാൻ ഇവിടെ ഇരുന്നോളാം.
ആ പെണ്ണിനെ എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. ചൂടെടുത്തിട്ട് വെച്ച ഈ അപായൊക്കെ ഒന്ന് കഴിച്ചിടണം. ഈ തള്ളപ്പെന്തിന് എങ്ങോട്ട് വന്നിക്കണത്? ഞാനവിടെ ചെല്ലൂരിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഒരു മകളുള്ളൂ വിചാരിച്ചിട്ട് ഏത് സമയം ഇങ്ങോട്ട് കേറി ഇങ്ങനെ വരും. ഈ പോല് വരുമ്പോ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ വഷളത്തരാണ്. വരുന്ന ആൾക്കാരൊക്കെ നല്ല പൈസക്കാരും മുതലുള്ളോടത്തൊക്കെ ഈ തലയുടെ കോലം കണ്ടാൽ തന്നെ പറയും. ചിലപ്പോ എന്റെ അമ്മ ഓരോടൊക്കെ പോയി പണിയെടുത്തിട്ടും ഉണ്ടാവും. ഇത്രയും കാലം ഞാൻ ഉമ്മാനെ പറ്റി ഒന്നും പൂണ്ടാതെ നടക്കുകയും ഇല്ലാത്തൊരു കഥ. ചെറുപ്പത്തിൽ നോക്കിക്കുന്നു വിചാരിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിഞ്ഞേറി വരാന് നാണമില്ലാത്ത സാധനം. ഇപ്പൊ നോമ്പ് അറക്കണ നേരത്തെ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാരെങ്കിലും തുള്ളി വെള്ളം എന്തേലും കുടിക്കോ? അല്ല ഉമ്മ എപ്പളാ വന്ന്? ഞാൻ അന്നെ പറ്റി ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ അപ്പൊ ഇതിങ്ങോട്ട് വന്ന് കേറിയിട്ടുള്ളടാ. കച്ചറച്ച സാധനൊക്കെ ഉണ്ടല്ലോ, നോമ്പറക്കുമ്പോത്തിനുള്ളേക്കാരല്ലേ. അതിനെന്നെ ഓള് പറഞ്ഞില്ലല്ലോ നിങ്ങള് വരുന്നത്. ഇല്ല, ഓളും അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്നോന്നു. ഞാനിപ്പ അങ്ങോട്ട് കേറി ഓളെന്നെ അന്തം വിട്ടിക്കണ്. 3-4 മാസായില്ലേ ഓളെയും കുട്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ ഓരൊക്കെ ഒന്ന് കാണാച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. എന്തായാലും ഇനി നാളെ പോയാ മതി. നാളെ രാവിലെ തന്നെ പോവുള്ളൂ. ഇന്നിപ്പൊ എന്തായാലും ഉമ്മാക്ക് പോവാൻ വെച്ച ആ ബസ്സിൽ തന്നെ ഇനി കേറും വേണ്ടേ. പിന്നെ ഇനി വൈകുന്നേരം ആകുമ്പോത്തിന് ബസ് ഉണ്ടോന്നും അറിയില്ല. നമ്മൾ ആ പഠിക്കൊക്കെയുള്ള ബസ് ഉണ്ടാവൂലേ, അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നടക്കേണ്ടി വരും. അപ്പൊ ഞാൻ വിചാരിക്ക നാളെ രാവിലെ 9 മണിക്ക് ഒരു ബസ് ഉണ്ട്, അപ്പൊ അതിനോട് പോവാച്ചിട്ടാ. അതന്നെ നല്ലത്. എന്നാലും ഞാൻ ഈ സാധനങ്ങളൊക്കെ ആണ് കൊണ്ടക്കട്ടെട്ടാ. എന്നാ ചെ കൊണ്ടച്ചോള് അടുക്കളയിലുണ്ട്. അടുക്കളയിൽ എന്തൊക്കെയാ പണികളൊക്കെ നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ഇനി ഇയാളെ ആദ്യം കൂടി ഇവിടെ നിക്കാൻ പറയേണ്ടതുള്ളൂ. ഞാൻ ഇങ്ങനെ ഇവിടെ പറഞ്ഞേക്കാൻ നോക്കുമ്പോ ഇയാൾ ഇതൊക്കെ കൊളാക്കും തോന്നുന്നുണ്ട്. അല്ല ബളേ ഈ എന്താ ഉമ്മ പറഞ്ഞ എന്നോട് ഉമ്മ പറയാന്? വന്നിരിക്കണ കാണാനില്ലേ നിങ്ങക്ക്? പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ എന്താ ഇങ്ങനെ? ഞാൻ ചോദിച്ചൂന്നല്ലേ ഉള്ളൂ. എന്നോട് പറഞ്ഞിട്ടല്ല വന്നത്, ഇത്ര പറഞ്ഞാ പോരെ. ഒന്ന് വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. സാധനങ്ങളൊക്കെ കിട്ടിയോ? കിട്ടി. ഒന്നുമില്ല, നിങ്ങളെ പണി നോക്കി എന്താ ചെയ്തൂരി പോയിട്ട്. എന്തായാലും ആ ഹെൽത്തിലൊന്ന് നാളെ കാണിച്ചങ്ങാണ്ടാണ് പോവാതെ അപ്പൊ നടക്കുള്ളൂ. പോയിട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ട് എന്താ ഈ പെണ്ണിനെ അടുക്കളയില് പണിയണാവും. പോയോക്കട്ടെ. പെണ്ണിനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഒത്തക്കേട്ട് പോയാ. എന്തൊക്കെയാ വലിയ പെർക്കലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടല്ലോ. ബിരിയാണിയുടെ അരിയൊക്കെ കഴുകി വെച്ചിക്കണ്. ഞാൻ വന്നതുകൊണ്ട് ഈ കര ഉണ്ടാക്കണ്ടാവുക. ഇതിനാ വെറുതെ ബുദ്ധിമുട്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കണ. ആര് തിന്നാനാണ്? എന്തമ്മ നിങ്ങളവിടെ കാട്ടണ്? ഞാൻ അന്നെ തെരഞ്ഞു വന്നത്. എന്നിച്ച് എവിടുക്ക പോയിന്ന്? ഞാനിക്ക് കുറച്ച് തിരുമ്പിയതൊക്കെ മടക്കിയൊക്കെ ഉണ്ടായിരുന്നു, അതിന് പോയതാ. എന്തിനാണ് ബിരിയാണി അരിയൊക്കെ കൊടുന്ന് വെച്ചിക്കണ്? എനിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കാനാ? ഞാൻ അന്നൊന്നും തിന്നൂലാന്ന് അനക്കറിയണതല്ലേ. അത് ഇന്നെന്തായാലും ബിരിയാണി ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ പിന്നെ അയക്ക് നിങ്ങളും കൂടി വന്നു, അത്ര തന്നെ ഉള്ളൂ. അല്ലമ്മ നിങ്ങളിന്ന് പോയിട്ടില്ലെന്ന്. അപ്പൊ നമ്മള് ആടോളൊക്കെ എന്താ ചെയ്യാ? ഐറ്റങ്ങളെ കൂട്ടുകൊക്കെ ആക്കണ്ടേ വൈകുന്നേരം ആയാല്? ആടോളോ? അതിപ്പോ ഞാൻ ഇല്ലെങ്കിലും നടക്കും. ആ കുൽസുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒന്ന് വിട്ടുങ്ങാണ്ട് ആ തൊടുവിലൊന്ന് കെട്ടുകൊണ്ടൂന്ന്. അപ്പോത്തിന് ഞാൻ പോവല്ലോ. ഇപ്പൊ ഈ രാത്രി ഇപ്പൊ ആടോളം ആവശ്യമില്ലല്ലോ. ഞാൻ വരുമ്പോക്കെ വെള്ളമൊക്കെ കൊടുത്തങ്ങാണ്ട് കൂട്ടത്താക്കിങ്ങാണ്ട് പോരെ. അങ്ങനെ ചെയ്താ മതി. എന്റെ പണികൾ എന്താച്ചാ നോക്കിക്കോ. ഉള്ള സാധനങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കൊന്നും വേണ്ട. ഇന്നാക്ക് അതൊന്നും വേണ്ട. ഇനിയിപ്പൊ ഞാൻ വന്നിക്കണേ വിചാരിച്ചിട്ട് അതൊക്കെ കൂടി ഉണ്ടാക്കാനൊന്നും നിക്കണ്ട.
തള്ളനെ പെരിയിൽ ഇവിടെ പറഞ്ഞയക്കണല്ലോ. ഐറ്റങ്ങളാണെങ്കിൽ ഇപ്പൊ വരല് തുടങ്ങും. അലിജ എന്താ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് നിക്കണ്? സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കണ അന്നൊന്നും ഉണ്ടാക്കണൊന്നുമില്ല. ഓലൊക്കെ ഇപ്പൊ വരൂലേ? ഓലൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും. അതന്നെയാണ് പ്രശ്നം. നിങ്ങൾ കണ്ടില്ല തള്ള ഇന്ന് കേറി വന്നിക്കണത്. ഇപ്പൊ ഓലൊക്കെ വരുമ്പോ ഞാൻ ഓല മുന്നിൽ നാണം കെടൂലേ. നാളെ എങ്ങാനും വന്നാ പോരായില്ലേ. എടി അത് എന്റെ ഉമ്മല്ലേ? എന്റെ അമ്മൊക്കെ തന്നെയാണ്. നിങ്ങൾ കണ്ടില്ല കോലൊക്കെ ഒരു ചീഞ്ഞ കഴിഞ്ഞ അബായും അതിക്ക് ഒത്തൊരു ഷാളും ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ വന്നിക്കണ്. നാളല്ലേ കല്യാണം കഴിഞ്ഞ മക്കളിട്ടത് ഇങ്ങനെ വരാനി. ഈ പെണ്ണിപ്പൊ എനിക്ക് മാറ്റാനുള്ളതും തന്നീലല്ലോ. രണ്ടാളും കൂടിയാണ് വർത്താനം പറയാണ്. ഈ കറി എന്തിനാ വന്നിക്കണെന്നുള്ളത് 5 10 വാണ്ടി വരും. അത് വാങ്ങാൻ വേണ്ടി വരികയാണ്. എടി എന്റെ സ്വന്തം ഉമ്മല്ലേ? എന്റെ ഉമ്മ ഒന്നല്ലല്ലോ വന്നിക്കണ ചേച്ചി ഇങ്ങനെ പറയാനേ. ഇന്റെ അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ കണക്കാണ് എനിക്ക്. ഇങ്ങോട്ട് ആര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അതിന്റെ ഇടയിൽ ഇനിയിപ്പോ ഇതും കൂടി. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടുന്ന് നോമ്പറക്കാൻ പോവാണ് പറഞ്ഞിട്ട് നൈസിലാണ് പറഞ്ഞയച്ചാൽ മതി. ഇവിടെ നോമ്പറക്കാനൊന്നും നിക്കണ്ട എന്തായാലും. ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് നിക്കാൻ പറ്റുന്നെങ്കിൽ നിന്നോളി നിങ്ങൾ. ഞാൻ നിങ്ങളെ പിന്നാലെ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പാട് നോക്കിയിട്ടാണ് പോകും. ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ ഒന്നും മുണ്ടണ്ട. ഒരക്ഷരങ്ങളും മുണ്ടാതെ അവിടെ നിന്നാ മതി. നിങ്ങളെ കൂട്ടുകാരന്റെ പെരയിൽ നിന്ന് നോമ്പറക്കലാണ്, അങ്ങോട്ട് പോവാണ്. ഇപ്പൊ എന്തായാലും ഇവിടെ ഒന്നും വെച്ചുണ്ടാക്കണം കാരണം താനെ നീച്ചാൻ പോയിക്കോളും. ഞാൻ പറഞ്ഞോണ്ട്. ഞാൻ ഒന്നും ആലോചിച്ചില്ല. അർഹത ഇല്ലാത്തടത്തൊക്കെ കേറി ചെല്ലരുത് എന്നുള്ളത്. എന്റെ കുട്ടിയല്ലേ വെച്ചിട്ടാ ഞാൻ ഇവിടെ വന്നേ. അതിനെ കാണാനുള്ള ഒരു പൂതി കൊണ്ട് വന്നതാണ്. റമദാൻ മാസമായിട്ട് ഇന്നോള് ഇവിടെ ഇറക്കി വിടല്ലേ. അമ്മ നിങ്ങൾ ഇവിടെ ഇരിക്ക. എന്താടി? പിന്നെ ഇന്ന് പോയിക്കോളിട്ടാ. ഇന്ന് ഇക്കാന്റെ ഫ്രണ്ടിന്റെ നോമ്പർപ്പിക്കൽ ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചീന്ന്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞങ്ങളാണ്ട് പോട്ടെ. ഇവിടെ ഇനിയിപ്പോ ഒന്നും വെച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. തന്നെ നോമ്പറക്കാൻ പോവാണ്. എന്നാ ഞാനായിട്ട് നോക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണില്ല. ഞാൻ പോയിക്കോളാം. ഇനിയിപ്പൊ നേരം ഉൾക്കോളപ്പൊ നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? അന്നെ കണ്ടില്ലേ, കുട്ടികളല്ലേ. ഇനി പിന്നെ ഒരു ദിവസം ഞാൻ കണ്ടോണ്ട്. ഇനി എന്തായാലും ഇമ്മ പോവാ. ഇനിയിപ്പൊ നിങ്ങളാ നോമ്പറക്കല് ഇതാക്കൊന്നും വേണ്ട. ഇനിയിപ്പൊ ഇവിടെ വെച്ചുണ്ടാക്കിയിട്ട് ആര് തിന്നാനാണ്? നിക്കാണെങ്കി അതൊന്നും പറ്റൂല്ല. എനിക്കറിയണല്ലേ. ഇമ്മ എന്തായാലും ഇന്ന് പോവാൻ നോക്കട്ടെ. അതാ നല്ലത്. നിങ്ങളൊന്ന് പോവൊന്നും വേണ്ട. നാളെ നേരം വെളുത്തിട്ടാണ് പോയാ മതി. ഇവിടെ എന്തേലൊക്കെ ഉണ്ടാക്കി വെച്ചുകാണ്ട് പോന്നു. വേണ്ടടാ, നിങ്ങൾക്കൊരു നോമ്പർക്കലൊക്കെ കിട്ടണല്ലേ. ഇമ്മായിട്ട് ഇല്ലാതാക്കണ എന്തിനാ? അതും എന്റെ കൂട്ടുകാരന്റെ പെരയില്. ഞാനായിട്ട് ഇനി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണില്ല. ഇന്ന് എന്തായാലും പോട്ടെ. ഇനിയിപ്പോ ആണ്ട് ബസ് ഉണ്ട്. ആണ്ട് പെരടെ അവിടേക്ക് ഇല്ലെങ്കിൽ അവിടുന്ന് നടന്നു പോയിക്കോളാം. നോമ്പറക്കുമ്പോത്തിന് കണ്ടെത്താലോ. കാറുണ്ടല്ലോ, എന്നാ ഞാൻ കൊണ്ടാക്കി തരങ്ങളെ. വേണ്ട, കൊണ്ടാക്കൊന്നും വേണ്ട. നിങ്ങള് പോവാൻ നോക്കിക്കോളി. ഞാൻ എന്തായാലും പോട്ടെ. നിങ്ങളിപ്പോ കൊണ്ടാക്കായിട്ട് ഉമ്മാണ് പോയിക്കോളും. ഉമ്മ ഇപ്പൊ ഇങ്ങോട്ട് അതേപോലെയല്ല വന്നത്, അതേപോലെ അമ്മ പോയിക്കോളും. അല്ലമ്മ, ഉമ്മ എന്നാണ്ട് പോട്ടെട്ടാ. ചാണ്ട് വരുണ്ടടി. ഉമ്മക്ക് ചെല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട് ഉമ്മാന്റെ കുട്ടിയൊന്നും തോന്നണ്ടട്ടാ. ഉമ്മാക്ക് വരാൻ അർഹത ഇല്ലാത്ത സ്ഥലാണ് എന്നുള്ളത് ഉമ്മ അറിഞ്ഞില്ല. ഈ കോലൊക്കെ ആയിട്ടന്നെ തന്നെ ഞാൻ നോക്കി വളർത്തിയതൊക്കെ. അതൊക്കെ ഞാൻ മറന്ന്. സാരില്ല, പോയിക്കോളി. നോമ്പർക്കൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇമ്മ നിങ്ങൾക്ക് ശല്യാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി.
ഇമ്മ ഞാന് ഉമ്മാന്റെ കുട്ടീനെ ഞാൻ കുറ്റം പറയില്ല, ഞാൻ ആരും കുറ്റം പറയില്ല. എന്റെ മക്കളൊക്കെ എല്ലാരും ഒരുപോലെയാണ്. പക്ഷെ ഞാൻ പോട്ടെ, എന്നാല് ഇവിടെ നിന്നാ ശരിയാവൂല. ഇഷ്ടാകുമ്പോത്തിനാണ് പോട്ടെ. പോട്ടമ്മ, കുട്ടികളോട് പറയുണ്ടോ. എടി എന്നാലും എന്റെ മനസ്സ് എന്ത് മനസ്സാടി, ഇത്ര ദുഷ്ട മനസ്സന്നെ. നിങ്ങൾക്കൊരു നഷ്ടമില്ലല്ലോ, നിങ്ങളെ അമ്മാനൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞാൽ എന്റെ അമ്മാനെ തന്നെയല്ലേ. എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിലേ എനിക്ക് എന്റെ ഒരു നിലയും വില ഒക്കെ ഉണ്ട്, അതായിട്ട് ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കൂല. അതിനിപ്പോ എന്റെ അമ്മയാണെങ്കിലും എന്റെ വാപ്പയാണെങ്കിലും. ഇതിനൊക്കെ അണക്കേ പടച്ചോണ്ടേക്കൊന്ന് കിട്ടൂടി. പടച്ചു എന്നോടല്ലേ ചോദിക്കണേ, അതിന് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, എന്നോട് ചോദിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ.